ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിനെ പറയുന്ന ബേസിക് ഗ്രാനി സ്ക്വയർ എന്നാട്ടോ പറയണേ. അപ്പോൾ ഈ ഗ്രാനി സ്ക്വയർ വെച്ചിട്ടുള്ളൊരു ഷോൾഡർ ബാഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ക്രോഷ്യ പഠിച്ച് തുടങ്ങുന്നവർക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാട്ടോ ഇത്. അപ്പോൾ ഞാനിത് രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ക്രീം കളറും പിന്നെ ഒരു എന്താ പറയുക ലൈറ്റ് കോഫി കളറ് ഷെയ്ഡും ആട്ടോ എടുത്തേക്കണേ. അപ്പോൾ ഇത് 100% അക്രലിക്കാണ്, മാജിക് നീഡിലിൻ്റെ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആണ് അത്ര വലിയ ഇഷ്ടമില്ല, കാരണം പിടിക്കാൻ നല്ല സുഖമില്ല, ഇങ്ങനെ തൊടുമയൊന്നും അത്ര ഒരു റഫ് പോലെ ഫീൽ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 100% കോട്ടൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 50% കോട്ടനും 50% അക്രിലിക്കും ഉള്ള യാണ് ഉപയോഗിക്കാം. ഇനി ഇത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ കിട്ടണുള്ളൂ, ഷോപ്പിൽ ഇതാ കിട്ടണുള്ളൂ. നോർമലി കിട്ടുന്ന ഇത് തന്നെയാണ്, നമുക്ക് കടകളിൽ പോയാൽ കിട്ടുന്ന ഈ 100% അക്രലിക്കാണ്. ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തൊടാനായിട്ട് അത്ര സുഖം ഉണ്ടാവില്ല, റഫായിരിക്കും എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് റേറ്റ് ഭയങ്കര കുറവാണ്, 100 ഗ്രാംസിന് ഒരു 90 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് പഠിക്കാനായിട്ട് ഈ ആണായാലും മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഗ്രാനി സ്ക്വയർ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതെങ്ങനെ നമ്മളൊരു ബാഗ് ആക്കും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നോക്കൂ, ഗ്രാനി സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആണിങ്ങനെ കയ്യിലെടുത്തു. എന്നിട്ട് മാജിക് സർക്കിൾ ഫോം ചെയ്യാം. ഇതെടുത്തിരിക്കുന്ന ഹുക്ക് ഒരു എത്ര എമ്മിൻ്റെ ഹുക്ക്, 4 mm ആണെന്ന് തോന്നുന്നു കേട്ടോ. സോറി, 3.5 mm ഹുക്കാട്ടോ അപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഇതിലിങ്ങനെ പുള്ളി ചെയ്തെടുത്ത് അടിയിൽ കൂടെ പോയി പുള്ളി ചെയ്ത് ട്വിസ്റ്റ് ചെയ്തപ്പം മാജിക് സർക്കിൾ ഫോം ആയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടേക്ക് 2 ചെയിൻ ഇടാം. അപ്പോൾ 1 2 2 ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ ഈ ഗ്രാനി സ്ക്വയറിലേക്ക് ഇതിൻ്റെ ചെയിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാം. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഗ്രാനി സ്ക്വയർ പലതരമാണ് ഉണ്ട്, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഒരു 2 ചെയിൻ ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി നമ്മൾ 2 ചെയിൻ ഇടും. ഇനി വീണ്ടും ഇവിടെ കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യ കൊടുക്കണം കേട്ടോ. 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് 1, അത് കഴിഞ്ഞിട്ട് തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇങ്ങനെ ഓക്കെ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 4 ക്ലസ്റ്റർ കിട്ടണം. അപ്പോൾ ഇനി വീണ്ടും 2 ചെയിൻ ഇടാം, എന്നാലാണ് അതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് വരുള്ളൂ. അപ്പോൾ 2 ചെയിൻ ഇട്ടു. ഇനി വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നുള്ളെങ്കിൽ സ്റ്റിച്ചുകൾ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. ഇവിടെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു നമ്മൾ. ഇനി 2 ചെയിൻ ഇടാം. വീണ്ടും ഒരു സെറ്റ് കൂടി ചെയ്യാം, എന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു സെറ്റും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി നല്ല ഡാർക്ക് കോമ്പിനേഷൻ എടുക്കുന്നതാണ് അതിൻ്റെ രീതി. പക്ഷേ എനിക്ക് ഡള്ളായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് 4 സെറ്റ് കിട്ടിയല്ലോ. ഇത് 1 2 3 4. ഇനി ഇത് വലിക്കാം, ഇതിൻ്റെ അറ്റം വലിക്കാം. കണ്ടോ, വലിക്കുമ്പം ഇതിവിടെ ഒരു സ്ക്വയറായിട്ട് ഫോം ചെയ്യും. ഇതാ ടൈറ്റായിട്ട് വലിച്ചപ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഫോം വന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലസ്റ്ററാണ് ചെയ്തേക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും 2 ചെയിൻ ഇടണം അപ്പുറത്തേക്ക് ജോയിൻ ചെയ്യുമ്പം. ഇനി എന്നിട്ട് ഈ 3ാമത്തെ ചെയിനിൻ്റെ അടിയിലേക്ക് നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കണ്ടോ. അപ്പോൾ നോക്കിയാൽ അറിയാം നമുക്ക് ഒരു സ്ക്വയറായി. ഈ നടുക്കലത്ത് ഇത് വലിച്ച് ഇതിൻ്റെ ഹോൾ അടയ്ക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴും ഇവിടെ ഒരു കോർണർ കണ്ടില്ലേ, ഈ കോർണറിൽ നിന്നാണ് വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾക്ക് ആ കോർണർ വരെ എത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തങ്ങ് പോകും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഇവിടെയും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഈ കോർണറിലെത്തി, ഇതാ ഈ ഗ്യാപ്പുള്ള സ്ഥലത്തെത്തി. അവിടെ ചെയ്യേണ്ടത് ആദ്യം തന്നെ 2 ചെയിൻ ഇട്ടു. എന്നിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ക്ലസ്റ്റർ ചെയ്യുക, എന്ന് വെച്ചാൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യത്തെ ചെയിൻ ഇടുന്ന കേസിൽ മാത്രം 2 ഡബിൾ ക്രോഷ്യ, ബാക്കി എല്ലായിടത്തും 3 ഡബിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, 3ാമത്തെ ചെയ്യുവാണ്. ഈ ഫസ്റ്റ് 2 ചെയിനിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ ഇടാം. 1 2 ചെയിൻ ഇട്ടു. ഇനി ഈ സെയിം കോർണറിൽ തന്നെ ഒരു സെറ്റും കൂടി ചെയ്യണം, ഒരു ക്ലസ്റ്ററും കൂടി ചെയ്യണം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3, സോറി, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്താൽ ഇനി തേർഡ് ഡബിൾ ക്രോഷ്യ കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോർണറിൽ മാത്രം ഇങ്ങനെ ഒരു ഫോമാണ് നമ്മൾ ചെയ്യുക. എന്ന് വെച്ചാൽ 2 ക്ലസ്റ്റർ, 3 ഡബിൾ ക്രോഷ്യയുടെ 2 ക്ലസ്റ്റർ എല്ലാ കോർണറിലും ചെയ്യും. ബാക്കി എല്ലായിടത്തും ഒരു ക്ലസ്റ്റർ, 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു ക്ലസ്റ്ററാണ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് കണ്ടോ, വീണ്ടും നമ്മൾ ഈ കോർണറിലേക്കാണ് പോണത്. എന്നിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു.
ചെയിൻ ഇട്ടു. ഇനി 2 ചെയിൻ. ആ ചെയിൻ ഇട്ടാലാണ് നമുക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടുള്ളൂ, സ്ക്വയറിനൊരു എഡ്ജ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് 2 ചെയിൻ ഇടുന്നത്. വീണ്ടും ഡബിൾ ക്രോഷ്യയുടെ ഒരു ക്ലസ്റ്റർ ചെയ്യുവാണ്. കണ്ടോ, സെക്കൻഡ് ക്ലസ്റ്റർ. പിന്നെ ചെയ്യേണ്ടത് ദാ ഇവിടേക്ക് 2 സെറ്റ് ഇട്ടോ, 2 ക്ലസ്റ്റർ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ക്ലസ്റ്ററാണ് ചെയ്യണേ. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ചെയിൻ, 1 2. ഇനി അതേ കോർണറിലേക്ക് തന്നെ കണ്ടോ, അപ്പോൾ ഇതൊരു സ്ക്വയർ ഫോം ചെയ്യുന്നുണ്ടോ. 3 ഡബിൾ ക്രോഷ്യ, 2 3. ഇനി വീണ്ടും ലാസ്റ്റ് കോർണറിലേക്ക് ഇവിടെ കേട്ടോ. കോർണറിൽ മാത്രം കേട്ടോ നമ്മൾ ചെയിൻ ഇടുള്ളൂ, വേറെ എവിടെയും ചെയിൻ ഇടൂല. സെക്കൻഡ് 1, തേർഡ് 1, ചെയിൻ 2 1 2. വീണ്ടും ഇവിടേക്ക് ചെയ്യുന്നു. രണ്ട് ഡബിൾ ക്രോഷ്യം കൂടി കഴിഞ്ഞാൽ ഇത് കഴിയും, ഈ ക്ലസ്റ്റർ കഴിയും കേട്ടോ. ഈ സെക്കൻഡ് റോ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. ഇനിയിപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് വേറെ സ്റ്റിച്ചുകളൊന്നുമില്ല. ഞാൻ ഒരു റോയും കൂടി ഇതിൻ്റെ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനി തേർഡ് സ്റ്റിച്ചില്ലേ ഇവിടുത്തെ, അതിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടോ, ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ കോർണറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അടുത്ത കോർണറിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കോർണർ എത്തി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും 2 ചെയിൻ ഇടാം, പിന്നെ 2 ക്ലസ്റ്റർ ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് ക്ലസ്റ്റർ ചെയ്തു. ഇനി 1 2 ചെയിൻ ഇട്ടു, സെക്കൻഡ് ക്ലസ്റ്റർ ചെയ്യാണ് കോർണർ ആയതുകൊണ്ട്. ഇപ്പോൾ കോർണേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എല്ലാ കോർണറും ഇതുപോലെ തന്നെയാണ്. കണ്ടോ, ഇപ്പം സെക്കൻഡ് ക്ലസ്റ്ററും ചെയ്തു ഈ കോർണറിൽ. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ ഒരു സൈഡ് വരും. ഇപ്പോഴാണ് നമുക്കൊരു സൈഡ് ഫോം ആയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയിൻ ഇട്ടിട്ടില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ക്ലസ്റ്റർ വെറുതെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു ക്ലസ്റ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു ക്ലസ്റ്റർ ചെയ്തു. ഇനി കോർണർ എത്തി, ഇപ്പോൾ അടുത്തത് കോർണർ എത്തി. അപ്പോൾ കോർണറിൽ വരുമ്പോൾ നോർമലി ആദ്യം ഒരു ക്ലസ്റ്റർ ചെയ്യാം 3 എണ്ണത്തിൻ്റെ. പിന്നെ ചെയിൻ 2 1 2 ചെയിൻ 2. വീണ്ടും അതിലേക്ക് തന്നെ ഒരു ക്ലസ്റ്ററും കൂടി ചെയ്യാം. പിന്നെ വരുന്നത് സൈഡാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റോയിൽ വരുമ്പോൾ നമുക്ക് ഒരു സൈഡേ ഉള്ളൂ, സൈഡിൽ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇനി ഈ ഗ്യാപ്പ് മേളിലോട്ട് പോകുന്തോറും ഇത് കൂടി വരും, ഗ്യാപ്പുകളുടെ നമ്പർ കൂടും. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു സെറ്റ് അങ്ങ് ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷ്യയുടെ ഒന്നങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഇനി വേറെ കൺഫ്യൂഷനൊന്നും വരേണ്ട കാര്യമില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ വെറുതെ 3 എണ്ണത്തിൻ്റെ ഒരെണ്ണം ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ചെയിൻ ഒന്നുമില്ല. ഇനി കോർണറാണ് 2 ക്ലസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അത് ഇതാ ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഇത് സ്ക്വയർ ഫോം ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് റോ കാണിച്ചു തരാം, ഒന്നുകൂടിയും കാണിച്ചു തരാം ഞാൻ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ചെയിൻ ഇട്ടു. ഇനി ഫസ്റ്റ് ക്ലസ്റ്റർ കോർണർ ആയതുകൊണ്ട് ഫസ്റ്റ് ക്ലസ്റ്റർ ചെയ്യുക. കോർണറിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താട്ടോ എത്തിയത്. നമ്മൾ കോർണറിലല്ല അവസാനിക്കുക, ഇവിടെയാണ് അവസാനിക്കുക. അവിടുന്ന് 3 അല്ലെങ്കിൽ 2 സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ കോർണറിലേക്ക് എത്തണം. കണ്ടോ, ഒരു ക്ലസ്റ്റർ ചെയ്തു. ഇനി ചെയിൻ 2 1 2. പിന്നെ അടുത്ത ക്ലസ്റ്റർ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമുക്കിവിടെ 2 ഗ്യാപ്പ് വന്നു. നേരത്തെ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പം 2 ഗ്യാപ്പായി. കണ്ടോ, ചെയിൻ ഇടാത്ത 2 ഗ്യാപ്പ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഒരു ക്ലസ്റ്റർ അവിടെ അങ്ങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഓരോ റോ ചെല്ലുന്തോറും അത് ഇൻക്രീസായി വരികയും ചെയ്യും. അപ്പോൾ നമുക്കിത് എത്ര വേണമെങ്കിലും വലുതാക്കാം.
ടേബിളിൻ്റെ മുകളിൽ ടേബിൾ മാറ്റ് പോലെ ഇടാനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി. എത്ര സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് കളേഴ്സ് മാറ്റുന്നില്ല. നോർമലി ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു നേച്ചറിൽ എല്ലാ റോയിലും കളേഴ്സ് മാറ്റും, പല പല കളർ യാൺ കയറ്റും. അപ്പോൾ അത് ഞാൻ വേറെ ഒരു ബാഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, കളർഫുൾ ആയിട്ടുള്ള. അതിൽ കാണിച്ചു തരാം കളേഴ്സ് മാറ്റി കയറ്റുന്നത് എങ്ങനെയാണ്. അത് ഇച്ചിരി കൂടി ട്രിക്കിയാണ്, പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പം ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പോൾ അതേ ഫസ്റ്റ് ഗ്യാപ്പിൽ ചെയ്തു, ഇനി സെക്കൻഡ് ഗ്യാപ്പിൽ അവിടേക്ക് നമ്മൾ ചെയിൻ ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, വെറുതെ അങ്ങ് ചെയ്യണുള്ളൂ. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്. കണ്ടോ, വീണ്ടും ഇപ്പോൾ നമ്മൾ കോർണർ എത്തി. ഇനി ഇവിടെ 2 ക്ലസ്റ്റർ ചെയ്യാം. ചെയിൻ 2 1 2 അടുത്ത ക്ലസ്റ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ റോ കംപ്ലീറ്റ് ആവാറാകുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനി ഇതാ ഇപ്പോൾ കണ്ടോ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഗ്യാപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇതാ മൂന്നെണ്ണം ചെയ്തു, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ വെറുതെ ഈ മൂന്നാമത്തെ ഇതിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക ചെയ്യണം കേട്ടോ, അടുത്ത റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലേക്ക്, അടുത്തതിൻ്റെ അടിയിലേക്ക്, സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു. ഇനി വരുമ്പം ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നതിന് സ്റ്റിച്ചോ ഒന്നും അറിയില്ല, അതങ്ങ് പൊക്കോളും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വീണ്ടും അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. ക്ലസ്റ്റർ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിൻ്റെ ക്ലസ്റ്റർ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇത് ചെയ്യാൻ മനസ്സിലായില്ലേ? അപ്പോൾ നോക്കും, ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആകെ എത്ര ചെയ്തിട്ടുണ്ട്, എത്ര റോ ചെയ്തിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, 3 4 5 6 7 8 9 എണ്ണം ഞാൻ ഈ ഓഫ് വൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എണ്ണമായി നോക്കാം. ഇവിടെ 1 2 3 4 4 എണ്ണം ആയിട്ടുള്ളൂ. ഇനി 5 എണ്ണം കൂടിയും ഓഫ് വൈറ്റ് വെച്ച് ചെയ്യണം. അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഷെയ്ഡ് മാറ്റണം. നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല, സെയിം തന്നെ ചെയ്യാൻ പറ്റൂ കേട്ടോ. കാരണം ഞാൻ 100 ഗ്രാമിൻ്റെ ഒരു യാണ്, ഇത്ര ഉള്ള യാണ് എടുത്തപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലസ്റ്ററും കൂടി ചെയ്യാനുള്ളത് ബാക്കിയുണ്ട്. നമുക്ക് 3 എണ്ണമാണ് ചെയ്യേണ്ടത്, ഒരു ഗ്രാനി സ്ക്വയറും കൂടി ചെയ്യാനുള്ളത് ബാക്കിയുണ്ട്. ഇങ്ങനത്തെ വലിയ 3 ഗ്രാനി സ്ക്വയറാണ് ചെയ്യേണ്ടത്. അത് ബാഗിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം സൈസുള്ളത് എടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇനി ഇത് 5 റോയും കൂടി ചെയ്ത് 9 എണ്ണം ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ഈ ഷെയ്ഡും 100 ഗ്രാമിൻ്റെ ഈ ഷെയ്ഡുമാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ എനിക്ക് ഈ ഹോൾ ബാഗ് ഈ 2 നൂല് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതപ്പോൾ കണ്ടോ, ഇപ്പോൾ 9th റോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ 3 ഡബിൾ ക്രോഷ്യയുടെ ഓരോ സെറ്റ് ചെയ്ത് പോവാം കേട്ടോ. കാരണം നമ്മൾ ഓരോ റോ കഴിയും തോറും ഇതിൻ്റെ സൈഡിൽ വരുന്ന സ്റ്റിച്ച് അല്ലെങ്കിൽ ക്ലസ്റ്ററുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇത് ഈ റോയിൽ വെച്ചിട്ട് ഈ ഷെയ്ഡ്, ക്രീം ഷെയ്ഡ് അവസാനിപ്പിക്കുവാണ്. അടുത്ത ഷെയ്ഡ് എടുക്കും ഞാൻ, എന്നിട്ട് അത് വെച്ച് 2 റോയും കൂടി ചെയ്യും. നിങ്ങൾക്ക് ഇത് എത്ര സൈസ് വേണം, ബാഗിന് എത്ര സൈസ് വേണം എന്നനുസരിച്ചിട്ട് റോകളുടെ എണ്ണം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ലാസ്റ്റ് 1 വന്നു. ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്. കണ്ടോ, ഇത് കഴിഞ്ഞു, ഈ ഫുൾ സെറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതാ ഇവിടേക്ക് മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ലാസ്റ്റ് ഈ ഗ്യാപ്പിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. അതിന് മുൻപ് നമ്മൾ അടുത്ത യാൺ കയറ്റണം കേട്ടോ. അതാ ഈ യാണാണ് ഞാൻ എടുക്കുന്നത്, ഈ ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ യാണിലൊരു നോട്ടിടാം. ഇതാ, എന്നിട്ട് അതിനെ ഇതിലേക്ക് അടുത്ത സ്ലിപ്പ് സ്റ്റിച്ചിന് പകരം അതിനെ കയറ്റുക. ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് കയറ്റാം കേട്ടോ. ഇനി ഈ ക്രീം യാൺ മാറ്റാം. ഈ യാൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ചെയിൻ ഇടാം. 1 2 2 ചെയിൻ ഇട്ടു. ഇനി ഇപ്പം നമ്മൾ ചെയ്തത് റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ അതാ ഈ ആണ് എനിക്കിനി ക്രീം കളറിയാണ് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനതിവിടെ കട്ട് ചെയ്യും. ക്രീമിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി വർക്ക് ചെയ്യുമ്പോൾ ഈ യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ 2 ടിപ്പ് വരുമല്ലോ, ഒന്ന് ബ്രൗണിൻ്റെയും ഒന്ന് ക്രീമിൻ്റെയും, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വർക്ക് ചെയ്താൽ പിന്നെ നമുക്കിനി അത് തയ്ച്ചകത്തേക്ക് കയറ്റേണ്ട കാര്യം വരണില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇവിടെ 3 എണ്ണം 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടണം. 1 2 2 ചെയിൻ ഇടുവാണ്. വീണ്ടും ഒരു ക്ലസ്റ്റർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ യാണിനെ കണ്ടോ, ഇതിനിവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കോർണറിൽ ക്ലസ്റ്റർ ചെയ്യുവാണ്, രണ്ടാമത്തെ ക്ലസ്റ്റർ ചെയ്യുവാണ്. കണ്ടോ, ഇനി ചെയ്യേണ്ടത് അടുത്ത ഗ്യാപ്പിലേക്ക്, ഇവിടെ കുറേ ഗ്യാപ്പുകളുണ്ട്, എല്ലാ ഗ്യാപ്പിലേക്കും ഓരോ ക്ലസ്റ്റർ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതിന് കണ്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ ബാക്കിൽ ചേർത്ത് പിടിച്ചേക്കുക കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വലിച്ചിട്ടെടുത്ത് ചെയ്യുന്നത്. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 റോ ഇത്രയും ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്തു പോവാം. ഇത് മുഴുവൻ കാണിക്കാൻ നിന്നാൽ ഒത്തിരി ലെങ്തി ആയി പോവും. അതുകൊണ്ടാട്ടോ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത്. ഇനി വീണ്ടും ഞാൻ ഓവർ ചെയ്തിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ വലിച്ചെടുക്കും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഈ 2 റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ആ റോ ഞാൻ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനിയൊരു 3 ക്ലസ്റ്ററും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് തീരും. അപ്പോൾ 3 എണ്ണം കേട്ടോ ചെയ്യേണ്ടത്. 3 ഗ്രാനി സ്ക്വയറാണ് ചെയ്യേണ്ടത്. അത് അവരവരുടെ ഇഷ്ടത്തിൻ്റെ സൈസ് അവരവർക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ബാഗ് എന്തോരം വലിപ്പം വേണം, ഇനിയിപ്പോൾ കൂടുതൽ ബുക്സൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ സൈസ് പോരാ. അപ്പോൾ ഇനിയും കൂടുതലും മുകളിലോട്ട് നിങ്ങൾ ചെയ്യണം. കണ്ടോ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ലാസ്റ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ ഇതിൻ്റെ ഈ 3 ചെയിനിൻ്റെ അടിയിലേക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഇതിനെ അവസാനിപ്പിക്കാം. കണ്ടോ, ഇനി ഇതങ്ങ് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുമ്പോൾ നമുക്ക് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ടൈറ്റായിട്ട് വലിച്ചു കേട്ടോ. ഇനിയിപ്പം കണ്ടോ, 3 ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. 2 എണ്ണം 2 ഗ്രാനി സ്ക്വയറിൻ്റെ ഈ സൈഡും കൂട്ടി തയ്ച്ചിരുന്നു. അപ്പോൾ അതൊന്നുകിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട്, ഞാനിതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നീഡിൽ വെച്ച് തയ്ച്ച് ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനെ. ഇതിൻ്റെ നല്ല വശം നോക്കട്ടെ. ഇതാണ് അതിൻ്റെ കൊള്ളില്ലാത്ത സൈഡ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടും ഇങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ തയ്ച്ച് ഇതിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ബാഗായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിന് ഇങ്ങനെ തയ്ച്ച് പോവാം. ഇപ്പുറ സൈഡിനെ ഈ സൈഡിനോട് കൂടി യോജിപ്പിച്ച് തയ്ച്ച് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് തയ്ക്കുകയല്ല, നീഡിൽ വെച്ച് തയ്ക്കുകയല്ല ചെയ്തത്. ഞാനിത് ക്രോഷ്യ ഹുക്ക് വെച്ചിട്ട് തന്നെ തയ്ക്കുക ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് ഒരേ ലെങ്ത്തിൽ വെക്കാം. വെച്ചിട്ട് നമുക്ക് ഹുക്ക് എടുത്തിട്ട് യാണെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റ ഇറക്കമൊക്കെ ഉണ്ടായാലൊന്നും കുഴപ്പമില്ല, നമുക്കതൊക്കെ മാനേജ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു നോട്ടിടാം. നിങ്ങൾക്കിത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത് സൂചിയിൽ കോർത്തിട്ട് സാധാരണ തയ്ക്കില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറകെ കൂടെ എടുത്ത് അങ്ങനെ തയ്ച്ച് പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടണം. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം കേട്ടോ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്ക്, ഇവിടെ 2 ചെയിനിൻ്റെ 2 സൈഡിലത്തെയും ടോപ്പിലത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഈ ചെറിയ നമ്മളൊരു ലൂപ്പ് ഇട്ട് കൊടുത്തില്ലേ, അതിന് സ്ലിപ്പ് നോട്ടില്ലേ, അതിനെ വലിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വലിച്ചെടുത്തു. ഇനി അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ പോയിട്ട് മുകളിലത്തെ 2 സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ പോയിട്ട്, എന്ന് വെച്ചാൽ 4 എണ്ണത്തിൻ്റെ അടിയിൽ കൂടെ പോകണം. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. കണ്ടോ, ഇവിടെ ഇനി അടുത്തത് ഈ 2 എണ്ണവും പിന്നെ ഈ 2 എണ്ണം 2 സൈഡിലത്തെ വീണ്ടും സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. നെക്സ്റ്റ് ചെയിൻ്റെ അടിയിൽ കൂടെ പോവും. അതേ പാരലായിട്ട് ഇപ്പുറ സൈഡിലുള്ള ചെയിൻ്റെ അടിയിൽ കൂടെ പോവും. അങ്ങനെ ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഇവിടെയും കൊടുക്കുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. ഈ സൈഡ് മുഴുവൻ ജോയിൻ ചെയ്യുക, അതുപോലെ ഇപ്പുറ സൈഡ് മുഴുവൻ ജോയിൻ ചെയ്യുക. ഞാൻ ഇപ്പുറ സൈഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇങ്ങനെ വയ്ക്കുക, ഇവിടെ ജോയിൻ ചെയ്യുക. ട്രയാങ്കിൾ ഷേപ്പിൽ ഈ സ്ക്വയറിനെ 3 സ്ക്വയറിനെയും ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വയ്ക്കുക ചെയ്യുക. കണ്ടോ ഇങ്ങനെ.
ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബെൽറ്റ് കൊടുക്കണം. അതിന് മുന്നേ ഇവിടെ ചെറിയൊരു ജോയിൻ കൊടുക്കണം, ഒരു ബലം കിട്ടാൻ വേണ്ടി. അതെങ്ങനെയാണെന്ന് ഞാനിത് ഫുള്ള് ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ഞാൻ എല്ലാം ജോയിൻ ചെയ്തു കേട്ടോ, ഈ 2 സൈഡും. പിന്നെ ഇതാ നോക്ക്, ഇപ്പുറ സൈഡും ജോയിൻ ചെയ്തു. ഇതപ്പം നമ്മുടെ ബാഗിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 സൈഡും നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യത്തിന് ലെങ്ത്തിന് ഒരു ബെൽറ്റ് ഉണ്ടാക്കുകയോ വേണ്ട കേട്ടോ. അപ്പോൾ ബെൽറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതപ്പോൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാട്ടോ ബെൽറ്റ് ഉണ്ടാക്കാം. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ബെൽറ്റ് പല രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ബിഗിനേഴ്സിനായതുകൊണ്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ബെൽറ്റിന് ലെങ്ത്ത് വേണ്ടേ അത്രയും ചെയിൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള അത്രയും ലെങ്ത്തിന് ചെയിൻ ഇട്ട് തരാം. എന്താ ഇങ്ങനെ വരാൻ മാതിരി ഉള്ള എത്ര ചെയിൻ വേണമെന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഇത്രയും ചെയിൻ ഇട്ടു. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ബാഗിന് ആവശ്യത്തിന് ആയോന്ന്, ലെങ്ത്ത് ആയോന്ന്. ഇത് എത്ര ചെയിൻ ഇട്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ. ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് വയ്ക്കുകയോ ചെയ്താൽ ഇനി ഇത് എത്ര മതി എനിക്ക് ലെങ്ത്ത്. അപ്പോൾ ഞാനിനി ഇതുമ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നോർമലി സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ചെയിനിൽ ഇങ്ങനെ കൊടുത്തു പോവാം. ഇങ്ങനെ കൊടുത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ആവശ്യത്തിന് ചെയിനിന് വിഡ്ത്ത് ആവുമ്പോൾ ഒരു 5-6 റോ ചെയ്യേണ്ടി വരും കേട്ടോ അത് ഈ ചെയിനിന്. അപ്പോൾ അത് ചെയ്ത് തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അറ്റെത്തി കഴിയുമ്പോൾ ടേൺ ചെയ്യുക, വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ബെൽറ്റിന് ആവശ്യത്തിനുള്ള വീതി തയ്ച്ചെടുക്കുക കേട്ടോ. ഇതപ്പോൾ കണ്ടോ, നമ്മുടെ ബാഗിൻ്റെ ബെൽറ്റ് ഇത്ര ആയിട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് പോകാട്ടോ ചെയ്തത്. കണ്ടോ, എന്തായാലും സിംഗിൾ ക്രോഷ്യ തന്നെ കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്ട്രെങ്ത്ത് വേണമെങ്കിൽ സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. ഡബിൾ ക്രോഷ്യ കൊടുത്താൽ ബെൽറ്റിന് അത്ര ബലം വരില്ല. അപ്പോൾ അത് ഒരു 5 റോ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണേ ഒരു റോയും കൂടി ചെയ്യാമെന്നാണ് തോന്നണേ. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതാ നോക്കും. അപ്പോൾ ഈ ബാഗിൻ്റെ ടിപ്പിൻ്റെ ഇവിടെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഈ വിഡ്ത്ത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഞാൻ ഇനിയും ചെയ്താൽ ഇതിവിടെ വിഡ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഞാൻ ഇതിവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് ഇതാ നോക്കും, ഇവിടെ ഒരു എൻഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു യാൺ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ഇവിടെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിനെ ഇവിടേക്ക് അങ്ങോട്ട് നല്ല ബലത്തിൽ തയ്ച്ചു കൊടുക്കുക, അതാ ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല ബലത്തിലിങ്ങനെ തയ്ച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് ഡീറ്റെയിൽഡായിട്ട് കാണിക്കണ്ടല്ലോ. ഈ സൈഡിലേക്ക് അങ്ങ് തയ്ച്ചു കൊടുക്കുക. ഇനി ഈ ബെൽറ്റ് ഇപ്പുറ സൈഡിലേക്കും തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പുറ സൈഡും കൂടി ഇവിടേക്ക് തയ്ക്കണം. ഇങ്ങനെ തയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലോ ഇച്ചിരി ലൂസായിട്ട്. അപ്പോൾ അത് ഇവിടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 3 റോയിലേക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം അത് അല്ലെങ്കിൽ അത് ഒരു ബലമില്ലാത്ത പോലെ നിൽക്കും. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഈ സൈഡ്സ് ജോയിൻ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു 3-4-5 സ്റ്റിച്ചിൻ്റെ അവിടം വരെ അതാ ഇവിടെ വരെ ഇതിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ബാഗ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ ഈ ഗ്രാനി സ്ക്വയർ ഇവിടെ അങ്ങ് വിട്ട് പോരാനായിട്ടൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് മതിയെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ തയ്ച്ച് സെക്യൂറാക്കി കൊടുക്കാം. ഇവിടെ ഒരു നോട്ട് ഇട്ടിട്ട് നമുക്കിതിനകത്തേക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു നോട്ട് ഇട്ടു നല്ല ടൈറ്റായിട്ട്. ഇനി ഇതിനെ അകത്തേക്ക് ഇതിനെ തയ്ച്ചു കൊടുക്കാം യാണിനെ. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് യാൺ ആയതുകൊണ്ട് അയാണത്ര സോഫ്റ്റ് അല്ല. അതേസമയം നിങ്ങൾ കോട്ടൺ യാൺ വെച്ചാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല പ്രീമിയം ലുക്കും ആയിരിക്കും. കോട്ടൺ യാൺസൊക്കെ ഓൺലൈനിൽ ആമസോണിലായാലും ഒക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തയ്ച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഇനി ഇവിടെ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേപോലെ തന്നെ ഇപ്പുറ സൈഡിലും കൂടി ഇതിനെ അങ്ങനെ സെക്യൂർ ആക്കണം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഒരു 3 സ്റ്റിച്ച് തയ്ച്ചു കൊടുത്തിട്ട് സെക്യൂർ ആക്കണം. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ ഇപ്പുറ സൈഡും കൂടി അതിനെ സെക്യൂർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുക്കാം. 2 ലെയർ വെച്ച് തയ്ച്ച് സെക്യൂർ ആക്കുവാണെങ്കിൽ അതാട്ടോ കുറച്ചുകൂടി നല്ലത്. ഞാൻ അപ്പുറ സൈഡിൽ ഒരു ലെയർ ഇട്ടുള്ളിയാണ്, പക്ഷേ 2 ലെയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ബലത്തിലിരിക്കും അത്. അപ്പോൾ ഇവിടെ ഞാൻ നോട്ട് ഇട്ടു. ഇനി ഇതിൻ്റെ ബാക്കിൽ കൂടെ തയ്ച്ചിട്ട് ഈ നൂലുകളുടെ ഉള്ളിൽ കൂടെയൊക്കെ അങ്ങ് കയറ്റി കൊടുക്കാം.
അപ്പോൾ അത് കുറേയും കൂടി സേഫായിട്ട് ഇരുന്നോളൂ, ഊരി പോരാതെ. നമുക്ക് എത്ര വേണമെങ്കിലും റഫ് യൂസ് ചെയ്യാം. ബാക്കിലൊക്കെ നോട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് തയ്ച്ചു കൊടുത്തിട്ട്, കണ്ടോ, തയ്ച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ ബാഗിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഷോ ബട്ടണോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. എനിക്കിവിടെ അത്ര ഷോ ബട്ടൻ്റെ കളക്ഷനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിതിലൊന്നും വെക്കുന്നില്ല. വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്നൊരു ചെറിയ ലൂപ്പ് ഇട്ടിട്ട് ഇവിടേക്ക് തയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ ബാഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ക്രോഷ്യ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ കൂടുതൽ നല്ല ട്യൂട്ടോറിയൽസ് കാണാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.